അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം 11 ദിവസം പിന്നിടുകയാണ്. യുദ്ധച്ചെലവുകൾ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പെന്റഗൺ പുറത്തുവിടുന്നത്. ഇതുവരെ യുദ്ധത്തിനായി വിനിയോഗിച്ച തുക $37.5 ബില്യൺ കടന്നതായാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കിയത്. സൈനിക നീക്കങ്ങൾ തുടരാൻ പെന്റഗണിന് കൂടുതൽ ധനസഹായം അടിയന്തരമായി വേണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ യഥാർത്ഥ ചിലവ് ഔദ്യോഗിക കണക്കുകളേക്കാൾ വളരെ കൂടുതലാണെന്നാണ് സാമ്പത്തിക സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. യുദ്ധത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും വൻ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും US കോൺഗ്രസിൽ രൂക്ഷമായ തർക്കങ്ങളാണ് അരങ്ങേറുന്നത്. സെനറ്റിൽ നടന്ന നിർണായകമായ ചർച്ചകളെക്കുറിച്ചും പെന്റഗണിന്റെ ആവശ്യങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണ വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ, ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ ആവശ്യമായ കൂടുതൽ ധനസഹായം പെന്റഗൺ അഭ്യർത്ഥിച്ചതോടെ US കോൺഗ്രസിൽ ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ അതിശക്തമായ തർക്കങ്ങളും ഗൗരവമേറിയ ചർച്ചകളുമാണ് ഉടലെടുത്തിരിക്കുന്നത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നും അധിക ഫണ്ട് ആവശ്യപ്പെട്ട് US സെനറ്റിലെ അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ സാക്ഷ്യപത്രം നൽകിയതോടെയാണ് സാമ്പത്തിക ബാധ്യതകളുടെയും സൈനിക തന്ത്രങ്ങളെയും കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. ഈ യുദ്ധത്തിൽ അമേരിക്ക എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇടപെട്ടതെന്നും ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഭരണകൂടം പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ വ്യക്തമായി വിശദീകരിക്കണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ജോൺ കെന്നഡി ആവശ്യപ്പെട്ടു. അതോടൊപ്പം പ്രതിരോധ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്ന $37.5 ബില്യൺ തുക എങ്ങനെയാണ് ചിലവഴിക്കേണ്ടതെന്ന് കൃത്യമായി വ്യക്തമാക്കാൻ പോലും ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെന്ന് ഡെമോക്രാറ്റ്സ് നേതാവ് ഡിക് ഡർബൻ തുറന്നടിച്ചു. വൻതുക വിലമതിക്കുന്ന റഡാർ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും പോരാട്ടത്തിൽ വൻതോതിൽ നഷ്ടമായിട്ടുണ്ടെന്നും ഇതിനാൽ യുദ്ധത്തിന്റെ യഥാർത്ഥ ചിലവ് ഔദ്യോഗിക കണക്കുകളെക്കാൾ എത്രയോ കൂടുതലാണെന്നാണ് തന്റെ വിലയിരുത്തലെന്നും സെനറ്റർ ക്രീസ് കൂൺസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. യുദ്ധത്തിൽ സർക്കാർ നൽകുന്ന ന്യായീകരണങ്ങൾ ഓരോ ആഴ്ചയിലും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും തങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ച് ഭരണകൂടത്തിന് വ്യക്തമായി യാതൊരു തന്ത്രവുമില്ലെന്നും സെനറ്റർ ക്രിസ് വാൻ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. എന്നാൽ ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടി എന്നോണം ഇറാൻ അണുവായുധം കൈവശമാക്കുന്നത് ലോക സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണെന്നും അതിനാൽ യുദ്ധത്തിന് ചിലവാകുന്ന ഈ തുക തികച്ചും അനിവാര്യമാണെന്നും റിപ്പബ്ലിക്കൻ സെനറ്റർ ജോൺ ഹൊവാൻ പ്രതികരിച്ചു. US സെനറ്റിൽ വൻ യുദ്ധ ചെലവുകളെക്കുറിച്ചും സൈനിക നീക്കങ്ങളെക്കുറിച്ചും ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾക്കിടെ പെന്റഗണിന്റെ ഭാഗത്തുനിന്നുണ്ടായ സുപ്രധാന വിശദീകരണങ്ങളുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് നേരിട്ട് രംഗത്തെത്തി. യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്തിലും പെന്റഗൺ നടപ്പിലാക്കിയ സൈനിക ദൗത്യങ്ങളുടെയും പ്രതിരോധ തന്ത്രങ്ങളുടെയും ഗൗരവം വ്യക്തമാക്കിക്കൊണ്ടാണ് ഹെഗ്സെത്ത് അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വാദങ്ങൾ നിരത്തിയത്. ഇതുവരെ ചിലവായ $37.5 ബില്യൺ തുകയിൽ പോരാട്ടത്തിൽ പങ്കെടുത്ത സൈനികരുടെ ഭക്ഷണ ചിലവുകളും നടപ്പ് സാമ്പത്തിക വർഷാവസാനം വരെ അനിവാര്യമായ മറ്റ് ചിലവുകളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി. അതോടൊപ്പം സംഘർഷഭരിതമായ ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾക്കും മറ്റ് വാണിജ്യ കപ്പലുകൾക്കും സുരക്ഷിതമായി സഞ്ചരിക്കാൻ അമേരിക്കൻ സൈന്യം അതീവ രഹസ്യമായി നടത്തിയ വലിയ ദൗത്യങ്ങളിലൂടെ ഇതുവരെ ഏകദേശം 500 മില്യൺ ബാരൽ എണ്ണ സുരക്ഷിതമായി കടത്തിവിടാൻ സാധിച്ചതായും ഹെഗ്സെത്ത് അവകാശപ്പെട്ടു. ചൈനയും റഷ്യയും വിവിധ തലങ്ങളിൽ ഇറാന് പിന്തുണ നൽകുന്നുണ്ടെന്ന് സമ്മതിച്ച ഹെഗ്സെത്ത് എന്നാൽ അതിനെ പ്രത്യാക്രമണം നടത്തി പ്രതിരോധിക്കാനുള്ള അമേരിക്കൻ തന്ത്രങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയും വിശദാംശങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്ന് കൂട്ടിച്ചേർത്തു. ഇറാനിലെ തന്ത്രപരമായ പിക്കാസൻ മൗണ്ടൻ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ സൈനിക ശേഷിയെക്കുറിച്ചും തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഉയർന്ന ചോദ്യങ്ങൾക്കും സൈനിക വിവരങ്ങളുടെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കേണ്ടതിനാൽ വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്ന മറുപടിയാണ് പ്രതിരോധ സെക്രട്ടറി നൽകിയത്. പിക്കാക്കസ് മൗണ്ടൻ പ്രദേശത്ത് വളരെ പെട്ടെന്ന് തന്നെ അമേരിക്ക ശക്തമായ സൈനികാക്രമണം നടത്തുമെന്നും ഈ പ്രഹരത്തെ തടയാൻ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അതീവ രഹസ്യ സൈനിക ആക്രമണങ്ങൾ മുൻകൂട്ടി പറയാറില്ലെന്നും എന്നാൽ എതിരാളിക്ക് ഇത് തടയാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ താൻ ഒരിക്കലും ഇത് മുൻകൂട്ടി പറയില്ലായിരുന്നുവെന്നും ട്രംപ് തിരിച്ചടിച്ചു. മധ്യ ഇറാനിലെ നതാസൻസിൽ നിന്ന് ഏകദേശം 1 മൈൽ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇറാൻ ആണവ സെൻട്രൽ ഫ്യൂജുകൾ മാറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് വ്യക്തമായ തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ലെന്നും ആണവ വസ്തുക്കളുടെ നീക്കം തങ്ങൾ അതീവ തീവ്രമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ട്രംപ് മറുപടി നൽകി. അമേരിക്കയിൽ വരാനിരിക്കുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷ സാഹചര്യങ്ങളോ തന്റെ തീരുമാനങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുവെന്ന ചിന്തയോടെ അല്ല താൻ കാര്യങ്ങളെ സമീപിക്കുന്നതെന്നും ലോക സുരക്ഷയ്ക്ക് അനിവാര്യമായ കാര്യങ്ങളാണ് താൻ നടപ്പിലാക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ അമേരിക്ക യുദ്ധം 11 ദിവസം പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ നീക്കങ്ങളെ ചൊല്ലി അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ചിലവുകളെ ചൊല്ലിയും കോൺഗ്രസിൽ പ്രതിഷേധം കനക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് കൂടുതൽ ശക്തമായ സൈനിക ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുമ്പോൾ യുദ്ധത്തിന്റെ ഭാവി സാമ്പത്തിക ബാധ്യതകളും പ്രത്യാഘാതങ്ങളും അളക്കാൻ കഴിയില്ലെന്ന വിലയിരുത്തലിലാണ് പെന്റഗൺ.